പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ 12ാം ക്ലാസ് ബിസിനസ് സ്റ്റഡീസിൻ്റെ 6ാമത്തെ പാഠം സ്റ്റാഫിംഗ്, ഈ പാഠഭാഗത്തിൻ്റെ 1ാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് സ്റ്റാഫിംഗ്? മീനിങ് ഓഫ് സ്റ്റാഫിംഗ്. In the simplest terms, staffing is putting people to jobs. സ്ഥാപനത്തിലേക്ക് ആവശ്യമുള്ള ജീവനക്കാരെ ഏർപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ലളിതമായി പറഞ്ഞാൽ സ്റ്റാഫിംഗ് അഥവാ ഉദ്യോഗവൽക്കരണം. It is the process of filling the various posts provided in an organization. ഒരു സ്ഥാപനത്തിലെ വിവിധ തസ്തികകളിലേക്കുള്ള ജീവനക്കാരെ ഏർപ്പെടുത്തുന്ന പ്രവർത്തനമാണ് അല്ലെങ്കിൽ പ്രക്രിയയാണ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗിൻ്റെ നിർവചനം നോക്കാം. സ്റ്റാഫിംഗ് മീൻസ് പ്ലേസിംഗ് ദ റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ് ഇൻ ദ റൈറ്റ് ടൈം. യഥാസമയത്ത് യഥാർത്ഥ ജോബുകളിലേക്ക് ആവശ്യമുള്ള യഥാർത്ഥ വ്യക്തികളെ ഏർപ്പെടുത്തുന്ന പ്രവർത്തനമാണ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് മീൻസ് പ്ലേസിംഗ് ദ റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ് ഇൻ ദ റൈറ്റ് ടൈം. അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ്. സ്റ്റാഫിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ്? ദ റൈറ്റ് പീപ്പിൾ ക്യാൻ ഹെൽപ്പ് യു ടേക്ക് യുവർ ബിസിനസ് ടു ദ ടോപ്പ്. ദ റോങ് പീപ്പിൾ ക്യാൻ ബ്രേക്ക് യുവർ ബിസിനസ്. സ്റ്റാഫിങ്ങിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന ഒരു വാചകമാണിത്. ഒരു സ്ഥാപനത്തിൽ ജീവനക്കാർ നല്ലതാണെങ്കിൽ ആ സ്ഥാപനത്തിനെ ഉയർച്ചയിലേക്ക് നയിക്കും. എന്നാൽ ജീവനക്കാർ മോശമാണെങ്കിൽ അത് സ്ഥാപനത്തിൻ്റെ തകർച്ചയിലേക്ക് വഴിതെളിക്കും. ഇതിൽ നിന്നും സ്റ്റാഫിങ്ങിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്റ്റാഫിങ്ങിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിക്കുന്ന 1ാമത്തെ പോയിന്റ് ഇവിടെ ചർച്ച ചെയ്യുന്നത് കോമ്പീറ്റന്റ് പേഴ്സണൽ എന്നുള്ളതാണ്. സ്റ്റാഫിങ്ങിലൂടെ ഒരു സ്ഥാപനത്തിന് കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള പേഴ്സണലിനെ ലഭിക്കുന്നു, അല്ലെങ്കിൽ കഴിവുറ്റ ജീവനക്കാരെ സ്ഥാപനത്തിന് ലഭിക്കുന്നതിന് വേണ്ടി സ്റ്റാഫിംഗ് ആവശ്യമാണ്. സ്റ്റാഫിംഗ് ഹെൽപ്സ് ഇൻ ഡിസ്കവറിംഗ് ആൻഡ് ഒബ്റ്റൈനിങ് കോമ്പീറ്റന്റ് പേഴ്സണൽ ഇൻ വേരിയസ് ജോബ്സ്. സെക്കൻഡ്ലി, ഹയർ പെർഫോമൻസ്. സ്ഥാപനത്തിൻ്റെ ഉയർന്ന നിലവാരത്തിലുള്ള പ്രവർത്തനത്തിന് സഹായകമാകുന്നത് നല്ല സ്റ്റാഫിനെ നിയമിക്കുന്നതിലൂടെയാണ്. ഇൻക്രീസസ് ഓർഗനൈസേഷണൽ പെർഫോമൻസ് ബൈ പുട്ടിംഗ് റൈറ്റ് പേഴ്സൺ ഓൺ ദ റൈറ്റ് ജോബ്. 3ാമതായി, സർവൈവൽ ആൻഡ് ഗ്രോത്ത്. സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും സ്റ്റാഫിംഗ് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. Staffing ensures continuous survival and growth of the enterprise through the succession planning of managers. മാനേജർമാർ സ്ഥാപനത്തിൽ തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്നതിന് ഉള്ള സാഹചര്യം ഒരുക്കുന്നത് സ്റ്റാഫിംഗ് ഫംഗ്ഷനിലൂടെയാണ്. 4ാമതായി, ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. സ്റ്റാഫിംഗ് ഫംഗ്ഷനിലൂടെ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനുഷിക വിഭവങ്ങളുടെ പരമാവധി ഉപയോഗം സാധ്യമാക്കാൻ കഴിയുന്നുണ്ട്. സ്റ്റാഫിംഗ് ഹെൽപ്സ് ടു എൻഷുവർ ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സസ് ബൈ അവോയ്ഡിങ് ഓവർ സ്റ്റാഫിംഗ് ആൻഡ് അണ്ടർ സ്റ്റാഫിംഗ്. ഓവർ സ്റ്റാഫിങ്ങും അണ്ടർ സ്റ്റാഫിങ്ങും ഒരേപോലെ ഒഴിവാക്കേണ്ടതാണ്. ആവശ്യത്തിലധികം ജീവനക്കാർ ഉണ്ടാകുന്ന സാഹചര്യമാണ് ഓവർ സ്റ്റാഫിംഗ്. എന്നാൽ ജീവനക്കാരുടെ ഷോർട്ടേജാണ് അണ്ടർ സ്റ്റാഫിംഗ്. ഇത് 2 സ്ഥാപനത്തിന് അനുയോജ്യമല്ല. ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഉറപ്പാക്കുന്നത് സ്റ്റാഫിംഗ് ഫംഗ്ഷനിലൂടെയാണ്. 5ാമതായി, ജോബ് സാറ്റിസ്ഫാക്ഷൻ സഹായിക്കുന്നു. സ്റ്റാഫിംഗ് ഇംപ്രൂവ്സ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മൊറൈൽ ഓഫ് എംപ്ലോയീസ് ത്രൂ ഒബ്ജക്റ്റീവ് അസസ്മെൻറ്റ് ആൻഡ് ഫെയർ റിവാർഡ് ഫോർ ദെയർ കോൺട്രിബ്യൂഷൻ. ജീവനക്കാർക്ക് തക്കതായ പ്രതിഫലം നൽകിക്കൊണ്ട് അവർക്ക് അർഹമായ പ്രതിഫലം നൽകുന്നതിലൂടെ ജീവനക്കാർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുകയും അത് സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമാകുകയും ചെയ്യുന്നുണ്ട്.
പ്രോപ്പർ സ്റ്റാഫിങ്ങിലൂടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ കൈവരിക്കാൻ കഴിയും. അടുത്തായി ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് എന്താണെന്ന് കാണാം. HRM, Human Resources Management, is the term used to describe formal systems devised for the management of people within an organization. ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പദമാണ് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് എന്നുള്ളത്. ഇന്ന് മാനേജ്മെന്റിന്റെ ഒരു പ്രത്യേക ഫങ്ഷണൽ ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു ക്രൂഷ്യൽ ഡിസിഷണൽ ഏരിയയാണ് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ്. It is a separate branch of management today. In large organizations, a separate department called the Human Resource Department is formed, which has a specialist in managing people. പ്രത്യേകിച്ചും വൻകിട സ്ഥാപനങ്ങളിൽ ജീവനക്കാരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യലിസ്റ്റുകളായിട്ട് മാനേജർമാർ ഉൾക്കൊള്ളുന്ന ഒരു ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. The responsibilities of a human resource manager falls into three major areas: staffing, employee compensation and benefits, and defining work. ഇത്തരത്തിലുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സസ് മാനേജർ 3 പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളാണ് നിർവഹിക്കുന്നത്. ആദ്യമായി സ്റ്റാഫിംഗ്, രണ്ടാമതായി ജീവനക്കാർക്ക് വേതനം നൽകുന്നതും അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, മൂന്നാമതായിട്ട് വർക്കിനെ ഡിഫൈൻ ചെയ്യുന്ന പ്രവർത്തനം. The staffing is only a part of the human resources management. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒരു പാർട്ട് മാത്രമേ ആകുന്നുള്ളൂ. So the term human resources management is a broader term and staffing is only a part of it. Next, about the functions of human resources management. ഒരു ഹ്യൂമൻ റിസോഴ്സസ് മാനേജർ എന്തൊക്കെ ഡ്യൂട്ടീസാണ് പെർഫോം ചെയ്യേണ്ടത്? ഒന്നാമതായി റിക്രൂട്ട്മെന്റ്, സ്ഥാപനത്തിലേക്ക് പരമാവധി ജീവനക്കാരെ ആകർഷിക്കുക. രണ്ടാമതായി ഡെവലപ്പിംഗ് കോമ്പൻസേഷൻ ആൻഡ് ഇൻസെന്റീവ് പ്ലാൻസ്, ജീവനക്കാർക്ക് വേതനം നൽകുന്നതും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. മൂന്നാമതായി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് എംപ്ലോയീസ്, ജീവനക്കാരുടെ പരിശീലനവും വികസനവും മൂന്നാമത്തെ ഏരിയ. നാലാമതായി മെയിൻറ്റെയിനിങ് ലേബർ റിലേഷൻസ് ആൻഡ് യൂണിയൻ മാനേജ്മെന്റ് റിലേഷൻസ്, ലേബർ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, യൂണിയൻ മാനേജ്മെന്റ് ബന്ധം മെച്ചപ്പെട്ടതാക്കുക തുടങ്ങിയതും ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റിന്റെ ചുമതലയിൽ ഉൾപ്പെടുന്നതാണ്. അടുത്തായി ഹാൻഡ്ലിംഗ് എംപ്ലോയി ഗ്രീവൻസസ് ആൻഡ് കംപ്ലൈൻറ്റ്സ്, ജീവനക്കാരുടെ പരാതികളും പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നതും ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് ചുമതലയാണ്. അടുത്തായി പ്രൊവൈഡിംഗ് ഫോർ സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് വെൽഫെയർ ഓഫ് എംപ്ലോയീസ്, ജീവനക്കാരുടെ വെൽഫെയറും അവരുടെ സാമൂഹ്യ സുരക്ഷയുമൊക്കെയും ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന മേഖലകളാണ്. അടുത്തായി ഡിഫെൻഡിംഗ് ദ കമ്പനി ഇൻ ലോസ്യൂട്ട്സ് ആൻഡ് അവോയ്ഡിംഗ് ലീഗൽ കോംപ്ലിക്കേഷൻസ്, തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങളും ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് ഉത്തരവാദിത്തമാണ്. These all are the duties performed by the human resources management. Next, about the evolution of human resources management. Human resources management പല കാലഘട്ടങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒന്നാണ്. അതിൻ്റെ വിവിധ പരിണാമ ദശകൾ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. Industrial Revolution and emergence of trade union movement led to appointing labor welfare officer as an effective link between the owners and workers. വ്യവസായ വിപ്ലവവും അതേ തുടർന്ന് ട്രേഡ് യൂണിയൻ മൂവ്മെന്റുമൊക്കെ ശക്തി പ്രാപിച്ചപ്പോൾ
ജീവനക്കാരും മാനേജ്മെൻറ്റും തമ്മിൽ അല്ലെങ്കിൽ ഉടമസ്ഥരും തമ്മിൽ നല്ല ബന്ധമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം മാനേജർമാരെ നിയമിച്ചു തുടങ്ങി. അവരെയാണ് ലേബർ വെൽഫെയർ ഓഫീസർ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. Introduction of factory system led to appointing personal officer to hire people for the organization. ഫാക്ടറി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. അനവധി ജീവനക്കാർ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന രീതി വന്നപ്പോൾ ഒരു സ്ഥാപനത്തിലേക്ക് ആവശ്യമുള്ള ജീവനക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പേഴ്സണൽ ഓഫീസറെ നിയമിച്ചു. ഈ പേഴ്സണൽ ഓഫീസറാണ് കാലക്രമേണ പേഴ്സണൽ മാനേജർമാർ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. Then the human relations approach recognizes human factor as the most important instrument of success in an organization. This led to appointing the human resources manager. ഹ്യൂമൻ റിസോഴ്സസ് അപ്രോച്ച് കൂടുതൽ പ്രോമിനൻ്റ് ആയതോടുകൂടി സ്ഥാപന വിജയത്തിന് പരമപ്രാധാന്യം അറിയിക്കുന്നു എന്നുള്ള ചിന്താഗതി വന്നു. അതുകൊണ്ട് ജീവനക്കാരുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള മാനേജർമാരായിട്ട് ഹ്യൂമൻ റിസോഴ്സസ് മാനേജേഴ്സിനെ നിയമിച്ചു തുടങ്ങി. ഇങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സസ് മാനേജേഴ്സ് എന്നുള്ള ആ തസ്തിക നിലവിൽ വരുന്നത്. അടുത്തതായി സ്റ്റാഫിങ്ങിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ സ്റ്റാഫിംഗ് പ്രോസസ്? ഒന്നാമതായി മാൻ പവർ പ്ലാനിംഗ്. ആവശ്യമുള്ള ജീവനക്കാരുടെ എണ്ണവും അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷനും ആദ്യം തന്നെ നിശ്ചയിക്കേണ്ടതുണ്ട്. മാൻ പവർ പ്ലാനിംഗ് ഈസ് റിലേറ്റഡ് വിത്ത് പ്ലാനിംഗ് ദ നമ്പർ ഓഫ് എംപ്ലോയീസ് റിക്വയർഡ് ആൻഡ് ദർ ക്വാളിഫിക്കേഷൻസ്. മാൻ പവർ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് 4 പ്രധാനപ്പെട്ട പദങ്ങൾ പരിചയപ്പെട്ടിരിക്കേണ്ടതുണ്ട്. ഒന്നാമതായി വർക്ക് ലോഡ് അനാലിസിസ്. ഒരു സ്ഥാപനത്തിൽ വിവിധ തസ്തികകളിലായിട്ട് എത്രമാത്രം ജീവനക്കാർ വേണം, ആ ജീവനക്കാരുടെ എണ്ണം നിശ്ചയിക്കലാണ് വർക്ക് ലോഡ് അനാലിസിസ്. രണ്ടാമതായി വർക്ക് ഫോഴ്സ് അനാലിസിസ്. വിവിധ തസ്തികകളിൽ ആവശ്യമുള്ള ജീവനക്കാരെ എവിടെ നിന്ന് ലഭിക്കും, ഏതൊക്കെയാണ് സോഴ്സസ് അതിന് ലഭ്യമായിട്ടുള്ളത് എന്ന് വിശകലനം ചെയ്യലാണ് വർക്ക് ഫോഴ്സ് അനാലിസിസ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള ജീവനക്കാരുടെ ലഭ്യത വിശകലനം ചെയ്യലാണ് വർക്ക് ഫോഴ്സ് അനാലിസിസ്. അടുത്തായിട്ട് ജോബ് ഡിസ്ക്രിപ്ഷൻ. പ്രത്യേക തസ്തികയിലുള്ള ഒരു ജീവനക്കാരൻ എന്തെല്ലാം ഡ്യൂട്ടീസ് പെർഫോം ചെയ്യണം, ആ ജോബിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. ആ ജോബിൽ ഉൾപ്പെടുന്ന വർക്ക് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ജോബിലെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നിശ്ചയിക്കലാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. നാലാമതായി കാൻഡിഡേറ്റ് പ്രൊഫൈൽ. ഒരു പ്രത്യേക തസ്തികയിൽ ജോലി ചെയ്യുന്നയാൾക്ക് എന്തൊക്കെ യോഗ്യതകൾ, എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ്, സ്കിൽസ് ഉണ്ടായിരിക്കണമെന്ന് നിശ്ചയിക്കലാണ് കാൻഡിഡേറ്റ് പ്രൊഫൈൽ ഫിക്സ് ചെയ്യൽ. ഇത്തരം കാര്യങ്ങളാണ് മാൻ പവർ പ്ലാനിങ്ങിൽ നിർവഹിക്കേണ്ടത്. രണ്ടാമത്തെ സ്റ്റെപ്പ് റിക്രൂട്ട്മെന്റ് ആണ്. സ്ഥാപനത്തിലേക്ക് പരമാവധി ആൾക്കാരെ നിശ്ചിത തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രവർത്തനമാണ് റിക്രൂട്ട്മെന്റ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്. പരമാവധി ആൾക്കാരെ ആകർഷിച്ചെങ്കിൽ മാത്രമേ ഏറ്റവും നല്ലവരെ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് പ്രോസസ്സാണ്. പരമാവധി ആൾക്കാരെ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണത്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് സെലക്ഷൻ. ഉചിതമായ നടപടിക്രമങ്ങളിലൂടെ ഏറ്റവും അനുയോജ്യരായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രവർത്തനമാണ്. ആ അർത്ഥത്തിൽ ഇതൊരു നെഗറ്റീവ് പ്രോസസ്സാണ്. കൂടുതൽ ആൾക്കാരെ നമ്മൾ ഒഴിവാക്കി ഏറ്റവും അനുയോജ്യരായവരെ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു പ്രവർത്തനമാണിത്. സെലക്ഷൻ ഈസ് ചൂസിങ് ആൻഡ് അപ്പോയിന്റിങ് ദ റൈറ്റ് പേഴ്സൺ.
റിട്ടൺ ടെസ്റ്റുകൾ, ഫിസിക്കൽ ടെസ്റ്റുകൾ, ഇൻ്റർവ്യൂകൾ, ഇങ്ങനെ വിവിധ നടപടിക്രമങ്ങളിലൂടെ നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ജീവനക്കാരെ തിരഞ്ഞെടുക്കണം. നാലാമതായി പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ. അങ്ങനെ സെലക്ട് ചെയ്ത ജീവനക്കാരെ ജോലിയിൽ ഏർപ്പെടുത്തുന്ന പ്രവർത്തനവും അവരെ സ്ഥാപനവുമായിട്ട് പരിചയപ്പെടുത്തുന്ന പ്രവർത്തനവുമാണിത്, പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ. അതിലൂടെ നമുക്ക് ഏറ്റവും ഉചിതരായ വ്യക്തികളെ ജോലിയിലേക്ക് ഏർപ്പെടുത്താനും അവരെ സ്ഥാപനത്തിൻ്റെ നിയമങ്ങളും സ്ഥാപനത്തിൻ്റെ സാഹചര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നു. റൈറ്റ് വൺ ഓൺ ദ റൈറ്റ് ജോബ് ആൻഡ് ഫെമിലറൈസിങ് ദ വർക്ക്. Next step is training to improve knowledge, skill and attitude to perform better. ജീവനക്കാർക്ക് കൂടുതൽ അറിവും പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡും വളർത്തുന്നതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് നൽകേണ്ടതുണ്ട്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങോ ഓഫ് ദ ജോബ് ട്രെയിനിങ്ങോ നൽകാവുന്നതാണ്. അതായത് തൊഴിലിടത്ത് പരിശീലനം കൊടുക്കുകയോ തൊഴിൽ സ്ഥലത്തല്ലാതെ മറ്റൊരു പ്രത്യേക സ്ഥലത്ത് ട്രെയിനിങ് നൽകുകയോ ചെയ്യാം. വിവിധ ട്രെയിനിങ് രീതികൾ ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ്. ആറാമത്തെ സ്റ്റെപ്പാണ് പെർഫോമൻസ് അപ്രൈസൽ. ജീവനക്കാരുടെ മികവ് വിലയിരുത്തലാണ്. ജീവനക്കാരുടെ പ്രവർത്തന മികവ് വിലയിരുത്താൻ വേണ്ടിയിട്ട് ഉചിതമായ രീതികൾ ഉപയോഗിക്കാവുന്നതാണ്. അസസ്മെന്റ് ഓഫ് പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയീസ് ടു എൻഷുവർ ദേ ആർ ഇൻ ദ സ്റ്റാൻഡേർഡ് ലെവൽ. ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ് നിലവാരം ജീവനക്കാർ പാലിക്കുന്നുണ്ടോ എന്നാണ് ഇവിടെ വിലയിരുത്തുന്നത്. അതിനുവേണ്ടി സ്റ്റാൻഡേർഡൈസ്ഡ് ടൂളുകൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഏഴാമതായി പ്രൊമോഷൻ. ജീവനക്കാരുടെ കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവർക്ക് പ്രൊമോഷൻ സാധ്യതകൾ നൽകേണ്ടതുണ്ട്. ഹിയർ പ്രൊമോഷൻ മീൻസ് മൂവ്മെന്റ് ഓഫ് ആൻ എംപ്ലോയി ടു എ ഹയർ പൊസിഷൻ. ഒരു ഉയർന്ന തസ്തികയിലേക്ക് ജീവനക്കാരന് നിയമനം നൽകുന്ന പ്രവർത്തനമാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. പ്രൊമോഷൻ സാധ്യതകൾ തീർച്ചയായിട്ടും ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അവസാനമായി കോമ്പൻസേഷൻ, ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്ലാനിംഗ് പ്രോസസ്. It is related with the determining of salary on the basis of nature of job, risk, responsibility, qualification, etc. വിവിധ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി ജീവനക്കാർക്കുള്ള വേതനം നിശ്ചയിക്കുന്ന പ്രവർത്തനമാണിത്. യോഗ്യതയും ഉത്തരവാദിത്വവും ജോലിയുടെ സ്വഭാവവും റിസ്ക്കുമൊക്കെ പരിഗണിച്ചിട്ട് വേണം അവിടെ വേതനം നിശ്ചയിക്കാൻ വേണ്ടിയിട്ട്. വിവിധ വേജ് പേയ്മെൻറ്റ് രീതികൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ടൈം റേറ്റ് സിസ്റ്റം, പീസ് റേറ്റ് സിസ്റ്റം പോലെയുള്ള അനുയോജ്യമായ രീതികൾ വേതന നിർണ്ണയത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. Thank you all for watching this video.